തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള മത്സരമാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നതെന്നും രാജീവ് പറഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഇടത് വലത് മുന്നണികൾ നുണപ്രചാരണമാണ് നടത്തുന്നതെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇവർക്കിടയിൽ ഭീതി പരത്തി വോട്ടുകൾ തട്ടാനുള്ള മത്സരമാണ് ഇവർ തമ്മിൽ നടത്തുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഇലക്ഷൻ ഇവിടെ ഇരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെന്റിന്റെ പെർഫോമൻസ് നോക്കി അതിനെപ്പറ്റി ജനങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അദ്ദേഹം പണി ചെയ്തിട്ടുണ്ടോ, പറഞ്ഞത് ചെയ്തോ, അതിൻ്റെ ഒരു ഒക്കേഷനല്ലേ ഡെമോക്രാറ്റിക് പ്രോസസ്. വികസനം ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണിയിലെ കൂട്ടുകക്ഷികൾ തയ്യാറാകണം. 10 വർഷത്തിനിടെ രാജ്യം നേടിയ വികസനം ആധികാരികമായി വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പറയുന്നത് അതൊരു ലോസ്റ്റ് ഡെക്കേഡ് ആയിട്ടാണ് കാണുന്നത്. 10 കൊല്ലം ജനങ്ങൾ കൊടുത്ത ഒരു അവസരം, അതൊരു ലോസ്റ്റ് ഡെക്കേഡ്. 2014 to 2019 5 കൊല്ലം ഒരു ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, 19 to 24 ഒരു ന്യൂ ഇന്ത്യ. റെയിൽവേ, ദേശീയപാത എന്നിവയിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയ നേട്ടങ്ങൾ തുടർ ദിവസങ്ങളിൽ വിശദമാക്കാമെന്നും മന്ത്രി അറിയിച്ചു. ജനം, തിരുവനന്തപുരം.